അൽദഫ്ര വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കിച്ചണിലേക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് മാർക്കറ്റിൽ പോയി വാങ്ങാനുണ്ടായിരുന്നു. സൂക്കിൽ പോയിട്ടാണ് എല്ലാ ദിവസങ്ങളിലും ഞാൻ വെജിറ്റബിൾസ് വാങ്ങാറ്. റോഡുകളിലെല്ലാം യഥേഷ്ടം നല്ല തിരക്കായിരുന്നു. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ബദാസായിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കാണുന്നതാണ് ബദാസായിലെ പഴയ കാലത്തെ ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും. ഇപ്പോൾ ഈ മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നു. ഇതാണ് ഈ മാർക്കറ്റിനുള്ളിലെ ഒരേ ഒരു ജുമാ മസ്ജിദ്. മാർക്കറ്റിനുള്ളിലെ എല്ലാ ജീവനക്കാരും ഈ മസ്ജിദിൽ നിന്നാണ് നമസ്കരിക്കാറ്. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ടാവാം മാർക്കറ്റിലൊക്കെ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. യഥേഷ്ടം എല്ലാ പാർക്കിങ്ങുകളും ഇവിടെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു. അറബികളൊക്കെ ഓരോ കടയുടെ മുന്നിൽ തന്നെ വണ്ടി നിർത്തി അവർക്കാവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കറങ്ങിയതിനു ശേഷം എനിക്കും കിട്ടി ഒരു പാർക്കിംഗ്. അവിടെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു വെജിറ്റബിൾ വാങ്ങുന്നതിന് വേണ്ടി കടയിലേക്ക് നീങ്ങി. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക് അനുഭവപ്പെടുന്നത്. ഞാനെന്നും വെജിറ്റബിൾ വാങ്ങാറുള്ള ഷോപ്പിൽ പോയി എനിക്ക് വേണ്ട വെജിറ്റബിൾ വാങ്ങുന്നതിന് വേണ്ടി അവിടേക്ക് കയറി. അവിടെയുമുണ്ട് നല്ല തിരക്കുകൾ. മാർക്കറ്റിലെ വിലവിവരങ്ങളെല്ലാം അവിടെ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവരോട് ഓർഡർ ചെയ്തു. തണുപ്പ് സീസൺ ആയിക്കഴിഞ്ഞാൽ ലിവയിലെ ഗ്രീൻ ഹൗസിൽ നിന്ന് നേരിട്ട് ഇവിടെ വെജിറ്റബിൾ എത്തുന്നതുകൊണ്ട് വിലയിൽ വളരെ കുറവ് രേഖപ്പെടുത്താറുണ്ട്. ഉള്ളിയുടെ വിലയൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. ഈ ഫ്രൂട്ടുകളെല്ലാം ഇവിടെ അറബികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെക്കുന്നതാണ്. അറബിയിൽ ഇതിന് സെല്ല എന്നറിയപ്പെടുന്നു. അങ്ങനെ എൻ്റെ എല്ലാ വെജിറ്റബിൾസും അവർ പെട്ടിയിലാക്കി ബിൽ പേ ചെയ്തു എൻ്റെ വാഹനത്തിലേക്ക് നീങ്ങി. അവർ തന്നെയാണ് നമ്മുടെ ഈ വാഹനത്തിലേക്ക് ഇതെല്ലാം ലോഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അവിടുത്തെ ജോലിക്കാർ തന്നെ നമ്മുടെ വാഹനത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നത്. വാഹനത്തിൽ സാധനങ്ങളെല്ലാം വെച്ചു. അവർ ഇനിയും വരണം എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് അവർ കടയിലേക്ക് തന്നെ തിരിച്ചു. വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാഹനം എടുത്ത് എത്രയും പെട്ടെന്ന് എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞാൻ കുതിച്ചു.